Hey, it's me Sachna Salim. Welcome to my YouTube channel. അപ്പോൾ ഞാൻ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഡൈസന്റെ എയർ റാപ്പ് ആണ്. അപ്പോൾ എല്ലാവരെ പോലെ ഞാനും ഒരുപാട് നാൾ ആഗ്രഹിച്ചതിന് ശേഷമാണ് ഈ ഒരു ടൂൾ മേടിച്ചിട്ടുള്ളത്. So let me just unbox this Dyson Airwrap. ഇത് ഡൈസന്റെ എയർ റാപ്പ് കംപ്ലീറ്റ് ലോങ് ആണ്. പുതിയ ലേറ്റസ്റ്റ് വേർഷൻ ആണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. ഇതിന്റെ അപ്ഗ്രേഡഡ് വേർഷൻ ആണ്. മുന്നേ കുറച്ചും കൂടെ ഷോർട്ട് ഹെയർസിനുള്ളതായിരുന്നു. ഇപ്പോൾ അവർ അപ്ഗ്രേഡ് ചെയ്തിട്ട് ലോങ് ഹെയർസിന് വേണ്ടിയിട്ടുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഓൾസോ എനിക്ക് ഇതിൻ്റെ കൂടെ ഇതിൻ്റെ ഒരു സ്റ്റൈലിംഗ് കോംപ്ലിമെൻ്ററി കാർഡ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതുവരെ പോയിട്ടില്ല, ഞാൻ ഇത് ജസ്റ്റ് അൺബോക്സ് ചെയ്യുകയാണ്. അപ്പം നിങ്ങളെ എല്ലാവരും കാണിച്ചുകൊണ്ട് തന്നെ അൺബോക്സ് ചെയ്തതിന് ശേഷം ഇത് സ്റ്റൈല് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഒരു ജെനുവിൻ റിവ്യൂ നിങ്ങൾക്ക് തരണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബിക്കോസ് എപ്പോഴും നമ്മൾ ബേബീസ് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ഹെയർ സ്റ്റൈലിംഗ്. അപ്പം ഞാനും വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ ഹെയർ സ്റ്റൈലിംഗ് എനിക്ക് ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ബിക്കോസ് എൻ്റെ ഹെയർ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു കേളി ഹെയർ ആണ്. എന്നാൽ കുറച്ച് ട്രീറ്റ്മെൻറ്റ്സ് ചെയ്തതിന് ശേഷം കുറച്ച് സ്ട്രെയിറ്റും കേളുമായിട്ട് രണ്ടും അല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. സോ നമുക്കിത് ആദ്യം അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതെങ്ങനെയാണ്, ഇതെന്തൊക്കെ ഐറ്റംസ് ആണ് ഈ ടൂൾ കിറ്റിലുള്ളതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, കളർ ഡിഫറെൻറ്റ് കളേഴ്സിൽ ഇത് വരുന്നുണ്ട്. അപ്പം ഞാൻ ചൂസ് ചെയ്തൊരു കളർ എന്ന് പറയുന്നത് മിഡ് ലൈറ്റ് ബ്ലൂ കളറിലാണ് ഇതിൻ്റെ ബോക്സ് വന്നിരിക്കുന്നത്. ബോക്സൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആണ്, ഭയങ്കര ഹെവിയാണ്. ഓൾമോസ്റ്റ് 3.5 kg ഉണ്ടെന്നാണ് ഷോപ്പിൽ നിന്ന് അവർ പറഞ്ഞത്. സോ ലെറ്റ് മി ജസ്റ്റ് ഓപ്പൺ. നല്ലൊരു വെൽവെറ്റ് കവറിംഗ് ഒക്കെ കൊടുത്ത് നല്ലൊരു ഫിനിഷിംഗ് ഉള്ളൊരു ബോക്സ് ആണിത്. ആൻഡ് അതിലൊരു QR കോഡ് കൊടുത്തിട്ടുണ്ട്. വെൽക്കം ടു ഡൈസൺ എയർ റാപ്പ് മൾട്ടി സ്റ്റൈലർ. നമുക്ക് നോക്കാം ഓപ്പൺ ചെയ്തിട്ട്. ഓക്കെ, ദിസ് ഈസ് ദ ഫസ്റ്റ് ടൂൾ. ഇങ്ങനൊരു ടൂൾ ഉണ്ട് ഇതിൽ. ഞാനിത് നോക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് കറക്റ്റായി ജെന്യുവിനായി ഒരു റിവ്യൂ നിങ്ങൾക്ക് തരത്തുള്ളൂ. അത് നോക്കിയിട്ട് വാങ്ങണം എന്നുള്ളവർക്കൊക്കെ മേടിക്കാം. ആൻഡ് ഈ ഒരു കോംബ് നമുക്ക് ഹെയർ സ്ട്രെയിറ്റ് ചെയ്യാനും കോംബ് ചെയ്യാനും വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഇതിൻ്റെ ക്ലാസ് ഒന്ന് അറ്റൻഡ് ചെയ്യട്ടെ. ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം ഒരു ഡീറ്റെയിൽ റിവ്യൂ. 2 കോമ്പുണ്ട്. ഓക്കെ, 2 കോമ്പ്. ആൻഡ് ഇതാണ് ആ ഒരു സ്റ്റൈല് ചെയ്യാനുള്ള ഓക്കെ. ഈ ഒരു ടൂളിലാണ് നമ്മൾ ഇതൊക്കെ അറ്റാച്ച് ചെയ്യാനുള്ളത്. നല്ല ഒരു കോപ്പർ കളറും കോപ്പർ ആൻഡ് നല്ല മെറ്റാലിക് ഷെയ്ഡ് മിഡ് നൈറ്റ് ബ്ലൂ ആണ് എൻ്റെ കളർ കോമ്പിനേഷൻ. ഒരുപാട് കളേഴ്സ് ഇതിൽ അവൈലബിൾ ആണ് ഓൺലൈനിലൊക്കെ. അപ്പോൾ നിങ്ങൾ എപ്പോഴും വാങ്ങുമ്പോൾ ആ ഒരു ജെനുവിൻ ഒതൻറ്റിക് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ഇത് വാങ്ങാൻ നോക്കുക. ഞാൻ ഡൈസണിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ഇത് മേടിച്ചിട്ടുള്ളത്. സോ ദിസ് 1 2 3 4 ആയി. ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇതിൽ മെയിനായിട്ട് എനിക്ക് ആ കേളിംഗ് ടൂളാണ് ഇമ്പോർട്ടൻ്റ് ആയി തോന്നിയിട്ടുള്ളത്. ഇതാണ് നമുക്ക് ലെഫ്റ്റും റൈറ്റിനും 2 ഡിഫറെൻറ്റ് ടൂൾസ് ആണെന്ന് അവർ പറഞ്ഞത്, 2 സൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു കേളിംഗ് ടൂൾ. ഇതൊരെണ്ണം. ഞാൻ കുറച്ചും കൂടെ വലിയ കേൾസ് ചെയ്യാൻ ഇതും, സ്മോൾ കേൾസ് ചെയ്യാൻ ഇതും. പക്ഷെ ഞാൻ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്കിത് ഡീറ്റെയിൽ സെഷൻ കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. ആൻഡ് ഇത് കുറച്ച് വോളിയം കൂട്ടാനുള്ള ടൂളാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. പിന്നെ നമുക്കൊരു ഇതിൻ്റെ ഇത് ക്ലീൻ ചെയ്യാനുള്ളൊരു ബ്രഷാണ് അവർ പറഞ്ഞത്. ഇതൊരെണ്ണം, വേറെ പ്രത്യേകിച്ചൊന്നും ഇതിലില്ല. ഓക്കെ, ആൻഡ് ഇത് അവരുടെ തന്നെ ഒരു ഡീറ്റെയിൽ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉള്ള ഒരു ഇൻസ്ട്രക്ഷൻസ് എല്ലാം ഇതിലുണ്ട്. മാനുവലാണ്. അപ്പോൾ ഈ മാനുവലും ഞാനൊന്ന് നോക്കട്ടെ എങ്ങനെയാണെന്നുള്ളത്. വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇല്ല ആക്ച്വലി. കുറച്ച് കാര്യങ്ങൾ മാത്രമേ മാനുവലുണ്ട്, ഡീറ്റെയിൽ മാനുവൽ അല്ല. ഓക്കെ, സോ ദിസ് ഈസ് വൺ. ഇത് മാത്രമേ ഉള്ളൂ, ഇതിന് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ നമുക്ക് മൊത്തം എത്ര ടൂൾസ് ഉണ്ടെന്ന് നോക്കാം. ഇതിൽ 1 2 കോമ്പും ഒരു വോളിയം ചെയ്യാനുള്ളൊരു ബ്രഷും ഇതും ഈ
സിക്സ് ടൂൾസ് ആണ് നമുക്ക് ബേസിക്കലി സ്റ്റൈലിങ്ങിനുള്ളത്. ഞാൻ ഈ ഒരു ബോക്സ് തിരിച്ച് എല്ലാം സെറ്റ് ചെയ്യാൻ അറേഞ്ച് ചെയ്യാൻ പോകുമ്പോഴാണ് ഇങ്ങനൊരു ഡീറ്റെയിൽ മാനുവൽ കണ്ടത്. ഇതിലെല്ലാ ഡീറ്റെയിൽസും ഓൾമോസ്റ്റ് നമുക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്നുള്ളതെല്ലാം സിമ്പിളായിട്ട് ഇതിൽ എല്ലാ കാര്യങ്ങളും ടൂൾസിനെ കുറിച്ചും സ്റ്റൈൽ ചെയ്യേണ്ടതിനെ കുറിച്ചും ഒക്കെ ഈ ഒരു മാനുവലുണ്ട്. ഇതാണ് ക്വാണ്ട സ്മൂത്തിങ് ഡ്രയർ ആണിത്. നമുക്ക് ബ്ലോ ഡ്രൈ ചെയ്യാനുള്ളതാണ് ഈ ഒരു ടൂള്. ദെൻ ഇത് വന്നിട്ട് സ്റ്റൈലിങ് ചെയ്യാനായിട്ട് സ്മോൾ കേൾസിനും ബിഗ് കേൾസിനും ഉള്ളതാണ്. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് നമുക്കിവിടെ ഒരു നോബ് ഉണ്ട്, അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. സോ ഇത് രണ്ടെണ്ണമാണ് അതിനുള്ളത്. ദെൻ വി ഹാവ് ലൈക്ക് 2 കോംസ്, 2 കോംബ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 2 കോംബും നമുക്കതുപോലെ സ്മൂത്തനിങ് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. കുറച്ച് ഫ്രിസി ആയിട്ടുള്ള ഹെയറും നോർമൽ ഹെയറിനും വേണ്ടിയിട്ടുള്ളതാണ്. ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ഇപ്പം നോക്കുമ്പോൾ കുറച്ച് സിമ്പിളായിട്ട് കുറച്ച് ടൂൾസ് മാത്രമേ ഉള്ളൂ. ദെൻ ആ ഒരു നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ക്ലീനിങ് ബ്രഷ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണിത്. ഓക്കെ, ഇത് നമുക്ക് നമ്മുടെ ഹെയറിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു ബ്രഷാണിത്. സോ താങ്ക് യു ഓൾ. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു നമ്മുടെ വീഡിയോ. പ്ലീസ് ടു സപ്പോർട്ട് us and do share with your friends and family. Thank you all.